നമസ്കാരം. BBC-യുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കോതമംഗലം രൂപതയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ചെറുപ്പകാലം മുതൽ സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ശ്രീ മാത്യു കോട്ടൂർ സാറാണ്. മാത്യു കോട്ടൂർ സാറിന് വർത്തമാനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാറിൻ്റെ ഈ ബാല്യകാലം, അതുപോലെ അതിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ 1955 മെയ് 26 കലയന്താനി ഇടവകയിലാണ് ജനിച്ചത്. ഇന്നും എനിക്കിപ്പോൾ 70 വയസ്സായി. ഇന്നും കലയന്താനി ഇടവകയിൽ ഒരു കുടുംബമായിട്ട് ഞാൻ നിലനിൽക്കുകയാണ്. ഏതാണ്ട് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കലയന്താനി ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ആ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഇടവകയിൽ അങ്ങനെ തന്നെ കർമ്മനിരതനായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി എവിടെയാണ് പഠിച്ചതെന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞാൻ ആദ്യമേ 1ാം ക്ലാസ്സിൽ ചേർന്നത് വെട്ടിമറ്റം പഞ്ചായത്ത് LP സ്കൂളിലാണ്. 5ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 6ാം ക്ലാസ്സിൽ കലയന്താനി സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ചു. 1971 അവിടെ നിന്ന് SSLC പാസ്സായി. അതിനെ തുടർന്ന് അന്ന് പ്രൈവറ്റായിട്ടാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. കാരണം സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിരുന്നു. 9 മക്കളുള്ള ഒരു ലോറി ഫാമിലി ആയിരുന്നു എൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അന്ന് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എങ്കിലും പഠിക്കണമെന്നുള്ള ഒരു ദാഹം അതെനിക്ക് വളരെ വലുതായിരുന്നു. പക്ഷേ വലിയ കോളേജിലേക്കൊന്നും വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഇത്രയും മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ച് PDC പാസ്സായി. അതിനുശേഷം പിന്നെയും എനിക്ക് പഠിക്കണമെന്നുള്ള ദാഹം വന്നു. അതോടുകൂടി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പേര് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഞാൻ ഡിഗ്രിയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഡിഗ്രിയും പാസ്സായി. അതിനുശേഷം MAക്ക് പഠിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്ക് വന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ജോലിയും മറ്റു പ്രാരാബ്ദങ്ങളുമായി വന്നുകൊണ്ട് അവിടെ PGക്ക് പഠിക്കാൻ സാധിക്കാതെ കൊണ്ട് ഞാൻ പഠിത്തം നടത്തുകയായിരുന്നു. ജോലിയിൽ പ്രവേശിച്ചതും ആ സ്കൂളുകളെ പറ്റി ഒന്ന് പറയാമോ? 1978 ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ തന്നെയാണ് ഞാൻ ആദ്യം ജോലിയിൽ പ്രവേശിക്കുക. അതിനുശേഷം എനിക്ക് താൽക്കാലികമായിട്ടുള്ള നിയമനം സെൻറ്റ് ജോർജസ് ഹൈസ്കൂൾ കല്ലാനിക്കിൽ കുറച്ച് നാൾ കിട്ടി. അതിനുശേഷം നെല്ലിമറ്റം UP സ്കൂളിലേക്ക് എനിക്ക് സ്ഥിരമായിട്ടുള്ള നിയമനം കിട്ടി. അതിനുശേഷം ഹൈറേഞ്ചിൽ അന്ന് അവിഭക്ത കോതമംഗലം രൂപതയിൽപ്പെട്ടതാണ് ഇടുക്കി രൂപത, ഇന്നത്തെ ഇടുക്കി രൂപത. അപ്പോൾ പാറത്തോട് സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിലേക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ ഏതാണ്ട് 6 വർഷക്കാലം ഇങ്ങനെ പല സ്കൂളുകളിൽ കുറേ വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഞാൻ പഠിച്ച സ്കൂളിലേക്ക് കടന്നു വരുന്നു. ഈ കലയന്താനി സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിൽ 24 വർഷം പിന്നീട് ആ സ്കൂളിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്തു. അങ്ങനെ 2007 ഡിസംബർ 31 ഞാൻ ആ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അങ്ങനെ ആകെ നോക്കുമ്പോൾ ഏതാണ്ട് 30 വർഷത്തെ സേവനം കോതമംഗലം രൂപതയിൽ എനിക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ മാത്യു കോട്ടൂർ ഇടുക്കി രൂപതയിലാണേലും കോതമംഗലം രൂപതയിലാണേലും അല്ലെങ്കിൽ ഒന്നിച്ചുള്ള കാലത്തും ആളുകൾ ശ്രദ്ധിക്കുന്നത് പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സുകളിൽ വളരെ രസകരമായിട്ട് ഈ ക്ലാസ് എടുക്കുന്നതാണ്. അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയാം. ഞാൻ വാസ്തവം പറഞ്ഞാൽ കലയന്താനി പള്ളിയിലെ ഭക്തസംഘടനകളിലെ തിരുബാല സഖ്യം
മിഷൻ ലീഗ്, CYM ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഓരോ പ്രായത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച് കടന്നു വരികയാണ്. അപ്പോൾ ഓരോ പ്രായങ്ങൾ കഴിയും തോറും പുതിയ പുതിയ സംഘടനകളിലേക്ക് അന്നുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരെന്നെ നിർബന്ധിച്ച് കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഈ രംഗത്തും കൂടെ കൂടുതൽ സജീവമാകണം എന്ന് പറഞ്ഞ് ഓരോ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഓരോ സംഘടനയിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാർ എന്നെ ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നു. അങ്ങനെ വന്ന് യുവജന പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും രൂപതാ തലത്തിലേക്ക് എന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. അന്ന് അതിൻ്റെ ഡയറക്ടറായിരുന്ന അച്ഛൻ, അന്ന് പഴയ ഇന്ന് നമ്മുടെ എനിക്ക് തോന്നണേ അത് ഒരു കമ്പ്യൂട്ടർ സെൻ്ററാണ് മൂവാറ്റുപുഴ, ജീവജ്യോതി എന്നാണ് അന്ന് അതിൻ്റെ പേര്. ആ ജീവജ്യോതിയിൽ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ CYMൻ്റെ പലതരത്തിലുള്ള സെമിനാറുകൾ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ നേതൃനിരയിൽ നിന്ന് നയിക്കാനുള്ള ദൈവാനുഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് ഈ ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായി മാറിയ ആദരണീയനായ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് അന്ന് ജീവജ്യോതിയുടെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ഈ യുവജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതും എൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് 1981 ഞാൻ വിവാഹിതനാകുന്നത്. അപ്പോൾ ആ അവസരത്തിൽ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്, അന്ന് അദ്ദേഹം ജീവജ്യോതി ഡയറക്ടറാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കോട്ടൂരെ, ഇനി അല്പം കൂടി ഉയർന്നതായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് കോട്ടൂർ കടന്നു വരണം. മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ പ്രസംഗിക്കാനുള്ള വാചാലത ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹിതനായ അങ്ങ് ഇനി കുടുംബ പ്രേക്ഷിത രംഗത്തേക്ക് കടന്നു വരണം. ഞാൻ അതിൻ്റെ ഒരു ടീമിനെ ഉണ്ടാക്കുവാണ്, ആ ടീമിലുണ്ടാകണം എന്ന് എന്നെ സ്നേഹത്തോടെ അദ്ദേഹം ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു. അങ്ങനെയാണ് ഏതാണ്ട് 1981 ആ സമയം തുടങ്ങി കോതമംഗലം രൂപതയിൽ ഈ പ്രീമാരേജ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുടുംബ പ്രേക്ഷിത രംഗത്തേക്ക് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഈ പ്രീമാരേജ് കോഴ്സിൽ ശ്രീ മാത്യു കോട്ടൂരുണ്ടെന്ന് കേട്ടാൽ അന്നത്തെ യുവജനങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. അവരെ പിടിച്ചിരുന്ന ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടി അല്പം നർമ്മവും അതുപോലെ പണ്ട് പറയുകയാണെങ്കിൽ ഇച്ചിരി ഒക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് എങ്ങനെയാണ് ആ രീതിയിലുള്ള ഒരു ക്ലാസ് എടുക്കാനുണ്ടായ ഒരു സാഹചര്യം? അതിനകത്ത് അന്ന് ഈ കുടുംബ പ്രേക്ഷിത രംഗത്ത് അതിൻ്റെ ജീവജ്യോതി ഡയറക്ടർ എന്ന നിലയിൽ മാത്രമല്ല, കുടുംബ പ്രേക്ഷിത രംഗത്തുള്ള ഫാമിലി അപ്പോസ്റ്റേറ്റിൻ്റെ ഡയറക്ടർ കൂടി ആദരണീയനായ ഈ ആനിക്കുഴിക്കാട്ടിൽ പിതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയതായൊരു പ്രചോദനം, നമുക്ക് ഈ കുടുംബകാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ കൂടുതൽ സാധിക്കുന്നത് ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു തുറന്ന ക്ലാസ് യുവജനങ്ങൾക്ക് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാഴ്ചപ്പാട് കോട്ടൂരിനുണ്ട്. അതുകൊണ്ട് ആ കുടുംബ ജീവിതവും ഈ സാറ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരല്പം അത് മനുഷ്യന് കിട്ടേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിൽ വളരെ ഡ്രൈ ആയിട്ട് ആ ക്ലാസ് കൊണ്ടുപോകാതെ അതിനെ വളരെ കൂളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ കേട്ടിരിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള അല്പം നർമ്മരസം ചേർന്നിട്ടുള്ള കഥകളും കവിതകളും ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിന് നാളത്തേക്ക് ഉപകരിക്കുന്ന രത്നങ്ങളായി നിലനിൽക്കുന്ന ഏതാണ്ട് സെക്സ്, അന്നത്തെ കാലത്ത് സെക്സിനെ കൂടി ചേർത്തുകൊണ്ട് ഒരു ക്ലാസ് കൊടുക്കുന്നത് ഒരു വലിയ മോശമായി കരുതിയിരുന്ന ഒരു തലമുറയിലാണ്. ഇങ്ങനെ കൂടി ഒരു ദർശനം നമ്മൾക്ക് കുടുംബജീവിതത്തിൽ കൊടുക്കാൻ പറ്റണം. സെക്സ് എന്ന് പറഞ്ഞാൽ അത് ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല, ദൈവം തന്നിരിക്കുന്ന ദാനമാണത്. അപ്പോൾ അതുകൊണ്ട് അടച്ചു വയ്ക്കുമ്പോഴത് കൂടുതൽ പ്രശ്നമാണ്. എന്നാൽ അത് ഇതേ ഉള്ളൂ എന്ന് തുറന്നു വെച്ചാൽ അത് യുവജനങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ നന്മയുടെ വഴിയിലേക്ക് പോകാൻ ഒരു പ്രചോദനമാവും. ഒളിച്ചു വയ്ക്കുമ്പോഴാണ് ഒളിച്ചു കാണാനും
ഒളിച്ചു വായിക്കാനും ഒക്കെയുള്ള ചിന്തകൾ ഉണ്ടാകണത് എന്നുള്ള യശശരീരനായ ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ഉപദേശമാണ് ആ രീതിയിൽ എൻ്റെ ക്ലാസ്സിനെ രൂപപ്പെടുത്താൻ എനിക്ക് പ്രചോദനമായത്. അപ്പോൾ അതിനെ ആ ക്ലാസ്സിൽ കുറേ ചാർട്ടുകളൊക്കെ ഇങ്ങനെ ഒരു വള്ളിയിൽ വലിച്ചു കെട്ടിയിട്ട് ആൺകുട്ടി ഉണ്ടാകണതിന് ഇത് പെൺകുട്ടി ഉണ്ടാകും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇന്നത്തെ തലമുറയ്ക്ക് അതിനെപ്പറ്റി അത്തരം ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവില്ല. അന്നത്തെ കാലത്ത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് അന്ന് പോപ്പുലേഷൻ വാസ്തവത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സാമാന്യം നന്നായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സൗസാർ ഓർക്കേണ്ടത് അങ്ങനെ ഒരു കാര്യം നടക്കുന്നത് തന്നെ ഏതാണ്ട് ഒരു 45 വർഷത്തോളമായിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുമ്പോഴേ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ എറണാകുളം രൂപതയിൽ ഫാമിലി അപ്പോസിറ്റിൻ്റെ സംസ്ഥാന എനിക്ക് വേണം കുടുംബ പ്രേക്ഷിത രംഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടാകുന്നത് ഫാദർ തോമസ് തോപ്പിൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ്. ആ അച്ഛനെയാണ് ഞങ്ങൾക്ക് ക്ലാസ് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഭിമന്യ പിതാവ്, അന്ന് പിതാവല്ല, അദ്ദേഹം ഞങ്ങൾക്ക് വിളിച്ച് ക്ലാസ് എടുപ്പിക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുപ്പിക്കുമ്പോൾ ഓരോ വിഷയത്തിനും വേണ്ടതായിട്ടുള്ള നമുക്കതിന് വേണ്ടതായുള്ള എയ്ഡ്സ്. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ പോപ്പുലറായിട്ടുള്ളത് ചോക്കും ബോർഡും കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ ചാർട്ടുകളാണ്. അപ്പോൾ അഭിമന്യ പിതാവ് തന്നെ ബഹുമാനപ്പെട്ട എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സിൻ്റെ അന്ന് നമ്മുടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിലുണ്ടായിരുന്ന ഡോക്ടർമാരെ നമ്മുടെ ഈ ആനിക്കുഴിക്കാട്ട് പിതാവ് കണ്ട് അതിന് വേണ്ടതായ സ്വാഭാവിക കുടുംബ സംവിധാനം കൂടി നമുക്ക് പഠിപ്പിക്കണം. കൂടുതൽ കുട്ടികളെ കൊന്നുകളയുന്ന ഒരു സാഹചര്യമുണ്ട്. ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഫോളോ ചെയ്യുമ്പോൾ അത് അമ്മമാരുടേതായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ വിഷയങ്ങളുണ്ട്. ജീവന് വലിയ പ്രോലൈഫ്, അതിന് വലിയൊരു വില നമ്മൾ കത്തോലിക്ക സഭ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടേതായിട്ടുള്ള ജനനത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞ് അതിന് ചേർന്നവരായിട്ടുള്ള സ്കിൽഫുള്ളായിട്ടുള്ള ഡോക്ടേഴ്സിനെ അന്ന് ബഹുമാനപ്പെട്ട പിതാവ് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള ക്ലാസ്സുകളും അവരുടേതായിട്ട് നമുക്കന്ന് കൈമാറി കിട്ടിയ ചാർട്ടുകളും ഒക്കെയാണ് പിന്നീട് എനിക്ക് ഈ രംഗത്ത് കൂടുതൽ പഠിക്കുന്നതിനും, പഠിച്ചത് മാത്രം പറയാതെ കണ്ട് കൂടുതൽ പുസ്തകങ്ങൾ, റെഫറൻസ് ബുക്കുകൾ ഈ ഡോക്ടർമാർ പറഞ്ഞു തന്നു. അത് വെച്ച് ഇങ്ങനെ കൂടുതൽ വായിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റി. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഓർക്കുന്നു 40 വർഷം ഈ ക്ലാസ് ഈ രംഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റി. 40 വർഷക്കാലം ഈ ക്ലാസ്സുകൾ നിരന്തരം എടുത്തു. കാലാകാലങ്ങളിൽ കടന്നു വന്ന പ്രഗത്ഭരായിട്ടുള്ള ഫാമിലി അപ്പോസിറ്റിൻ്റെ കോതമംഗലം രൂപതയിലെ ഡയറക്ടർമാർ വലിയ ആവേശത്തോടു കൂടി നല്ലൊരു പ്രോത്സാഹനമാണ് എനിക്ക് നൽകിയത്. കാരണം എൻ്റെ ക്ലാസ് കൂടിയ എൻ്റെ മിടുക്കല്ല, നോട്ട് ഓൺ ഓർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. തമ്പുരാൻ്റെ ഒരു വലിയ കൃപയാണത്. എന്നേക്കാൾ അറിവും കഴിവുകളും ഇല്ലാത്തവർ ആയിട്ടല്ല, വചനത്തിൽ നമ്മൾ വായിക്കുന്ന കണക്ക് കഴിവില്ലാത്തവരെ തൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ പോലെ എന്നെ കർത്താവ് ഇതിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റി. ഞാൻ 40 വർഷം കഴിഞ്ഞ് ഇങ്ങനെ പിരിയുമ്പോൾ അന്നും എന്നോട് പുതുതായിട്ട് വന്ന ഡയറക്ടർ, ആദരണീയനായ ഡയറക്ടർ എന്നോട് പറഞ്ഞു, കോട്ടൂർ സാറിൻ്റെ ക്ലാസ് പിള്ളേർ ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ വരാമോ എന്ന് ചോദിച്ചു. പോകണമെന്ന് എനിക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ്, ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ്, ഏതാണ്ട് 2021, 22 ആ സമയത്താണ് ഈ കോവിഡിൻ്റെ ഒരു ശക്തമായ സ്വാധീനം വരികയാണ്. അപ്പോൾ ഈ കോവിഡ് എനിക്കും അത് കുറച്ച് എഫക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് എനിക്ക് തന്നെ തോന്നി പഴയ രീതിയിൽ ആക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ ഇനി എനിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, സാറേ, ഞാൻ അഭിമന്യ പുന്നക്കോട്ടി പിതാവ് അന്ന് വിശ്രമ ജീവിതം നയിക്കുന്നത് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന നെസ്റ്റിലാണ്. അപ്പം നെസ്റ്റിൽ അഭിമന്യ പിതാവിനോട് ഞാൻ ഇനി ക്ലാസ്സിന് വരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറയാനായിട്ട് ചെന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ക്ലാസ് ഇത്രയും കാലഘട്ടം ഫാമിലി അപ്പോസിറ്റേറ്റിൽ 40 വർഷം തുടർച്ചയായിട്ട് ക്ലാസ് എടുത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോട്ടൂർ ഇപ്പോൾ ക്ലാസ് നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു 10 കൊല്ലവും കൂടെ പോയി ഈ രംഗത്ത് ജൂബിലി അതിൻ്റെ ഒരു
ജൂബിലി കോട്ടൂർ ആഘോഷിക്കണമെന്നാണ് എന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു, സ്നേഹത്തോടെ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ എൻ്റെ ആരോഗ്യം അത്ര ഇതല്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ പിതാവിനോട് എനിക്ക് ബുദ്ധിമുട്ടാണ് പിതാവേ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആയിക്കോ എന്ന് പറഞ്ഞ് എന്നെ പിതാവ് അനുഗ്രഹിച്ച് യാത്രയാക്കിയത് വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ ഇത്രയേറെ ക്ലാസ്സുകൾ എടുക്കുകയും ഇത്രയും ആളുകൾ യുവജനങ്ങളെ പരിചയപ്പെടുകയും അവർ പിന്നീട് വിവാഹിതരാകുന്നു, അവർ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ആ കാലത്തെ ആളുകളുടെ ഒരു യോജിപ്പും കാര്യങ്ങളും ഇപ്പോൾ ന്യൂ ജെൻ കാലഘട്ടത്തിൽ പരിശീലനങ്ങളും ക്ലാസ്സുകളൊക്കെ ഓൺലൈനും ഒക്കെ ആയി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ കുടുംബജീവിതത്തിൽ, അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഞാൻ ഓർക്കുകയാണ്, ഞാൻ സാറത് ചോദിച്ചത് കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ ഒരു 25 വർഷമായിട്ട് ഈ SNDP യൂണിയൻ്റെ ഇടുക്കി യൂണിയനിൽ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ്. 25 കൊല്ലമായിട്ട് അവരെന്നെ വിളിക്കാറുണ്ട്. SNDPക്കാർ മാത്രമല്ല, യാക്കോബായ സമുദായത്തിൽപ്പെട്ട വൈദികരും അതുപോലെ തന്നെ വെള്ളാള സഭയുമായിട്ട് ബന്ധപ്പെട്ടവർ, കുടുംബശ്രീ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഈ ക്ലാസ് എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ സെക്രട്ടറി, SNDP യൂണിയൻ്റെ ഇടുക്കി യൂണിയൻ സെക്രട്ടറി എന്നോട് പറയുകയത്, കോട്ടൂർ സാറ് ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. പലപ്പോഴും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൂടുതലായിട്ടുള്ള പരസ്പരം ഉള്ള കുറ്റങ്ങളും വഴക്കുകളും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുതിയ തലമുറയിലേക്ക് ഈ ക്ലാസ്സുകൾ ഞങ്ങളിങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു വലിയ മാറ്റം ഞങ്ങളുടെ ഈ സമുദായത്തിലെ ഈ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് യൂണിയൻ സെക്രട്ടറി പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം തോന്നി എനിക്ക്. നമ്മൾ ഇത് വളരെ നേരത്തെ ആരംഭിച്ചതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കും. അന്ന് ഈ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുതിയ കുടുംബം തുടക്കമിടുമ്പോൾ വന്ന് കിട്ടുന്ന ആ കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്താക്കന്മാരാകുന്നവർ, അത് കപ്പിൾസ്, അവരെ ഒത്തിരി പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന നല്ല അനുഭവങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ കുടുംബജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ന്യൂജൻ സൈക്കോളജിയിലേക്ക് വന്നപ്പോഴേക്കും അതിനകത്ത് ഒരു പരിധി വരെ എനിക്ക് തോന്നണേ ഈ നമ്മുടെ കുടുംബിനികളായിട്ട് വരുന്ന സഹോദരിമാർ അവരെ ഇന്ന് കൂടുതൽ സെൽഫ് സഫിഷ്യൻ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ കൂടുതൽ കുടുംബിനികളായിട്ട് വരുന്നവർ അവർ ഭർത്താവിനെ കുറച്ചുകൂടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബജീവിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു പരിഗണന കുടുംബജീവിതത്തിൽ ഭർത്താവിന് കിട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കലും ഭാര്യ കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെ അടിമയല്ല, ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾക്ക് കൂടുതൽ ലിബറലായിരിക്കുകയാണ് ഫാമിലി ലൈഫ്. ലിബറൽ ലൈഫ് മാറിയപ്പോഴെന്നാണ് നിൽക്കണേ, ഇപ്പോൾ നമുക്ക് ലിവിങ് ടുഗദർ വരെ കോടതി സഹിതം അനുവദനീയമാക്കി മാറ്റി. അത് തന്നെയല്ല, നേരത്തെ അപേക്ഷിച്ച് സ്ത്രീകൾ ഇന്ന് പുരുഷനേക്കാൾ, ഭർത്താവിനേക്കാൾ വരുമാനമുള്ള ഭാര്യമാരുടെ എണ്ണം കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരും ആർക്കും കീഴടങ്ങാൻ തയ്യാറല്ല. പക്ഷേ രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നായി ചേരുമ്പോൾ ഏത് ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പരസ്പരം തോറ്റു കൊടുക്കാൻ പറ്റുന്നു. ഇന്നത്തെ പുതിയ തലമുറയിലെ കുടുംബജീവിതത്തിൽ എനിക്ക് കാണാവുന്ന പരാജയമായിട്ട് ഞാൻ കാണുന്നത്, ഇന്ന് എല്ലാം കുടുംബജീവിതം മുഴുവൻ ജയിക്കാൻ പരസ്പരമുള്ള ദ്വന്ദ്വയുദ്ധമാണ്. എന്നാൽ എവിടെ നമുക്ക് പരസ്പരം കുടുംബജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്ന എവിടോ ആ കുടുംബജീവിതം എന്നും വിജയമായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന വലിയ മാതൃകയും അത് തന്നെയാണ്. ഈ സഭയുമായിട്ട് ഇത്ര അടുത്ത് നിന്ന് ഈ പ്രവർത്തനം നടത്തിയപ്പോൾ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഏതാണ്ട് 25 വർഷം ഫാമിലി അപ്പോസ്റ്റലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 25 വർഷം ഞാൻ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച സമയത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയായ ആ സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 80 ഈ 2000
5 എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്താണ് 25 കൊല്ലമായപ്പോഴാണ് കോതമംഗലം രൂപതയിൽ ഈ കുടുംബ പ്രേക്ഷിത രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് അന്ന് അഭിമന്യ പുന്നക്കോട്ടി പിതാവ് രൂപപ്പെടുത്തിയ ഡയറക്ടർ, ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ, അന്ന് എനിക്ക് വേണമെന്ന് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിലച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ രംഗത്ത് 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ കോതമംഗലം രൂപതയിലെ കുടുംബ പ്രേക്ഷിത രംഗത്ത് ആദ്യമായി 1/4 നൂറ്റാണ്ട് പ്രവർത്തനം സജീവമായ സാന്നിധ്യമായിരുന്ന എനിക്ക് അഭിമന്യ പുന്നക്കോട്ടി പിതാവ് അതിൻ്റേതായിട്ടുള്ള ഒരു മെമൻറ്റോ നൽകി. 25 കൊല്ലത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മെമൻറ്റോയും എന്നെ അഭിമന്യ പിതാവ് പൊന്നാട അണിയിച്ചു. ഒപ്പം ഒരു ചെറിയ ക്യാഷ് അവാർഡും തന്ന് അന്ന് എന്നെ ആദരിക്കുകയുണ്ടായി. ഇപ്പോൾ കോതമംഗലം രൂപതയിലെ കുടുംബ പ്രേക്ഷിതൻ എന്ന അവാർഡ്, അതാണ് അതിനിട്ടാർന്ന പേര്. ആ കുടുംബ പ്രേക്ഷിതൻ എന്ന അവാർഡ് രൂപതയിൽ ആദ്യം വാങ്ങിയത് ഞാനാണ് എന്ന് വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇപ്പോൾ സാറിനോട് സൂചിപ്പിച്ചതുപോലെ 2021-22 ആ സമയത്താണ് ഈ കോവിഡിൻ്റെ ബുദ്ധിമുട്ട് വന്നതോടുകൂടി ഞാൻ അന്ന് 40 വർഷം ഈ രംഗത്ത് പൂർത്തിയാക്കി. അന്നും ഇതുപോലെ തന്നെ എനിക്ക് ഒരു മെമൻറ്റോയും ഇതുപോണക്കുള്ള ഒരു അവാർഡും തന്ന് അങ്ങനെ എന്നെ ആദരിക്കുകയുണ്ടായി. അങ്ങനെ 40 വർഷമുണ്ട്. അതുകൂടാതെ കണ്ട് ഞാൻ സ്കൂളിലുള്ള പ്രവർത്തനത്തിന് ഞാൻ ക്ലാർക്കായിട്ട് ആണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഓർക്കുന്ന കോതമംഗലം രൂപതയിൽ ഓരോ വർഷവും രൂപതയിലെ ഏറ്റവും നല്ല ജീവനക്കാരനുള്ള ഒരു അവാർഡ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി കോതമംഗലം രൂപതയിൽ നിന്ന് ഓരോ വർഷവും തരാറുണ്ട്. അപ്പോൾ ഞാൻ ആ പെൻഷനാകുന്നതിന് മുമ്പ് കോതമംഗലം രൂപതയിലെ ഏറ്റവും നല്ല ജീവനക്കാരനുള്ള ഒരു എൻ്റെ ഡിവോഷനെ മാനിച്ചുകൊണ്ട് രൂപതയുടേതായിട്ടുള്ള ഏറ്റവും നല്ല ജീവനക്കാരനുള്ള അവാർഡും എനിക്ക് നൽകുകയുണ്ടായി. അതും വലിയ ഒരു സന്തോഷകരമായ അനുഭവമായി. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ കൃത്യനിർവഹണം ഈ ജോലികൾക്കിടയിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന് എനിക്ക് കിട്ടിയ ദൈവം തന്ന ഒരു കൃപയായിട്ട് ഞാൻ ആ അവാർഡിനെ കാണുകയാണ്. ഈ പ്രീ മാരേജ് കൗൺസിലിങ്ങിലെ ക്ലാസ്സുകൾ കൂടാതെ നമ്മൾ പള്ളി പെരുന്നാൾ പ്രസംഗം അങ്ങനെയുള്ള പരിപാടികളിലുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഹൈ റേഞ്ച് ലോ റേഞ്ച് അങ്ങനെ 2 ആയിട്ട് തിരിയേണ്ട ഒരവസ്ഥയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഹൈ റേഞ്ചിൽ പോയി അങ്ങനെ കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു സമയമല്ല. ഒരു 1/2 നൂറ്റാണ്ട് മുമ്പിലത്തെ സാബു സാറ് ഹൈ റേഞ്ചിനെ കുറിച്ച് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇരുന്ന ഡയറക്ടർമാർ ഞാൻ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ ആ ഒരു കാര്യത്തിൽ ഓർക്കുന്നത് നമ്മുടെ പഴയ വൈദികരെയാണ്. നമുക്കാർക്കും പഴയ നമ്മുടെ കോതമംഗലം രൂപതയിലെ വൈദികരെ മറക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ആ കാലഘട്ടത്തിൽ മൈലുകൾ നടക്കണം. ഒരു പള്ളിയിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ട്രാവലിംഗ് ഫെസിലിറ്റീസ് തീർത്തും കുറവായതായിരുന്നു നമ്മുടെ ഹൈ റേഞ്ചിലെ മേഖലകളും എല്ലാം തന്നെ. അപ്പം ഞാൻ ഓർക്കുകയാണ്, 15 കിലോമീറ്റർ 20 കിലോമീറ്റർ വരെ ചിലപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നു പോയി ക്ലാസ് എടുക്കുകയും എന്നോടൊപ്പം എൻ്റെ ഡയറക്ടറും അന്നത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാൾ കാണും. കാരണം നമ്മൾ ദമ്പതി ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ 3 ദിവസത്തേക്കാണ്. അപ്പോൾ ഈ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അന്നിരുന്ന ഡയറക്ടർമാർ ചെയ്യുന്നത് പകല് ഒരു പള്ളിയിൽ പ്രീ മാരേജ് കോഴ്സിൻ്റെ ക്ലാസ് ആണെങ്കിൽ അന്ന് രാത്രിയിൽ അതിനോട് തൊട്ടു ചേർന്നുള്ള ഏതെങ്കിലും ഒരു പള്ളി ഈ അച്ഛൻ തിരഞ്ഞെടുക്കും. കാരണം അന്ന് വിശാലമാണ് നമ്മുടെ കോതമംഗലം രൂപത, അവിഭക്ത കോതമംഗലം രൂപത. അപ്പോൾ ആ പള്ളിയിൽ അന്ന് നമുക്ക് ഇതായിരിക്കും പ്രീ മാരേജ് കോഴ്സ് പകൽ നടത്തുക, തൊട്ടടുത്തുള്ള ഒരു ഇടവകയിൽ ദമ്പതി ധ്യാനം വൈകുന്നേരം നടത്തുക. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഒരു നടപ്പ് നമുക്ക് ലാഭം കിട്ടും. എല്ലായിടത്തും ഒന്ന് വണ്ടി കൊണ്ട് പോകാനുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കില്ല. ഫാമിലി അപ്പോസ്റ്റേറ്റിന് അങ്ങനെ അധികം ആ കാര്യത്തിലുള്ള ഫണ്ടുകളൊന്നുമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പോകുന്നതിൽ വലിയ ഒരു സന്തോഷം
ഞാൻ കണ്ടെത്തി. തീർച്ചയായും ത്യാഗോജ്ജലമായ നടത്തമാണ്. ഞാൻ ഓർക്കുന്നു ഒരനുഭവം സാറിനോട് ഞാൻ പങ്കുവയ്ക്കുന്നത്, ഈ മാങ്കുളം പള്ളിയിൽ ബഹുമാനപ്പെട്ട ജോസ് മോനിപ്പിള്ളി അച്ഛൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കല്ലാറ്റിൽ നിന്ന് മാങ്കുളം വരെ നടന്നു പോയിട്ടുള്ള ആളെയാണ്. പുഴു കടിച്ച് എൻ്റെ കാലും ദേഹവും മുഴുവൻ ചോര പൊട്ടി ഒലിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആദരണീയനായ മോനിപ്പിള്ളി അച്ഛനാണ് അവിടെ. ഞാൻ അപ്പോൾ ചിന്തിച്ച ഇതാണ്, ഞാൻ ഒറ്റ ദിവസം വന്നപ്പോൾ ഇത്രയും പുഴു, ഒരു പ്രത്യേകതരം പുഴുവാണ് തോട്ടാപ്പുഴു, അത് കടിച്ച ചോര പൊട്ടി ഒഴുകും, തുണിയൊക്കെ പോയി. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന വൈദികരുടെ ത്യാഗം എത്ര വലുതാണ്. അതാണ് ഞാൻ സാവു സാറിനോട് പറഞ്ഞത്. ഒരിക്കലും ഞങ്ങൾ രണ്ടച്ഛന്മാരും, ഞാനും ഡയറക്ടർ അച്ഛനും സിസ്റ്ററും കൂടെ, അത് ആനക്കുളം പള്ളി എന്ന് പറയും, സാറ് വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല, അത് വനമേഖലയാണ്. അവിടെ അന്ന് ഞാൻ ഓർക്കുന്നു ആദരണീയനായ മാളിയേക്കലച്ഛൻ, മോനിപ്പിള്ളി അച്ഛനൊക്കെ പോന്നു കഴിഞ്ഞിട്ട് എന്നോ ഫാദർ മാത്യൂസ് മാളിയേക്കൽ, അദ്ദേഹം അവിടെ ഡയറക്ടറായിരിക്കുമ്പോഴും ഈ കുറച്ച് വണ്ടിയും സൗകര്യമൊക്കെ ആയി. പക്ഷേ അവിടുന്ന് ആനക്കുളത്തേക്കുള്ള പോക്ക് അന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആനക്കുളത്തേക്ക് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ കുറുക്കു വഴികളുണ്ട് ഈ ആനക്കുളത്തേക്ക് പോകുമ്പോൾ. ആ പേര് പോലെ തന്നെ ആനകളുള്ള സ്ഥലമാണ്. അപ്പം ഇങ്ങനെ മാറിയപ്പോൾ അന്നത്തെ ഡയറക്ടർ അച്ഛൻ, ഞാൻ ആ പേരിന്നും മറന്നിട്ടില്ല, ആദരണീയനായ ഫാദർ ജോർജ് വള്ളവുമുന്നേലാണ് അന്നത്തെ ഡയറക്ടർ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പം അച്ഛൻ സിസ്റ്ററിനോട് പിറ്റേ ദിവസം അവിടെ ജീപ്പ് വരാനാണ് പറഞ്ഞേക്കണം. ഞാനും അച്ഛനും കൂടെ അല്പം ഇരുട്ടായതുകൊണ്ട് സിസ്റ്ററിനെ കൂട്ടിയിട്ടില്ല. മാങ്കുളത്ത് എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ അച്ഛൻ വനത്തിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോകാൻ. ആ ഷോർട്ട് കട്ട് പോയാൽ കുറച്ച് റോഡ് ഈ ചുമ്മാ നടപ്പ് വഴിയേ ഉള്ളൂ, റോഡൊന്നുമില്ല, ടാരോ ഒന്നും കല്ലുകളാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അച്ഛൻ എന്നെ പയ്യെ തോണ്ടിയിട്ട് പറഞ്ഞു, കോട്ടൂരെ ഇത് കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആനപ്പിണ്ടത്തിൽ നിന്നും ആവി, ഒരു പ്രത്യേക ആവിയുണ്ട്, ആവി പറക്കുക. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തെവിടെയോ ആനയുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കും ഭയം കൂടി, അച്ഛനും അതെ. ഞങ്ങൾ അല്പം കാലുവേഗത കൂട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ത്യാഗോജ്ജലമായ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു അന്ന് ഹൈറേഞ്ചിലുണ്ടായിരുന്ന വൈദികർ നടത്തിയത്. ഇടയ്ക്കിങ്ങനെ ഈ പള്ളികൾ, സാറിനോട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ കോതമംഗലം ഇന്നത്തെ ഇടുക്കി രൂപതയിൽപ്പെട്ട ഏതാണ്ട് 99% പള്ളികളിലും ഞാൻ ഒന്നുകിൽ തിരുനാൾ പ്രസംഗം, അല്ലെങ്കിൽ ദമ്പതി ധ്യാനം, അല്ലെങ്കിൽ പ്രീ മാരേജ് ഗൈഡൻസ് കോഴ്സ്. കാരണം അന്ന് ഹൈറേഞ്ചിൽ നിന്ന് ഈ വിജനമായ ആ സ്ഥലത്തോടെ പെൺകുട്ടികൾക്കൊന്നും അന്ന് മൂവാറ്റുപുഴ ജീവജ്യോതി ഈ കോഴ്സ് കൂടാനുള്ള സൗകര്യമില്ല. അപ്പോൾ അഭിമന്യ പുന്നക്കോട്ടി പിതാവ് അച്ഛന്മാർക്ക് തന്നെ അനുവാദം കൊടുത്തു, നിങ്ങൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് അത്രയും ദൂരെ നിന്ന് പിള്ളേരെ തന്നെ വിടണ്ട, നിങ്ങൾ ഇടവകളിൽ കൂടി അത് സ്റ്റേഷൻസ് ആക്കിക്കോ. അങ്ങനെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തതെന്ന് പുന്നക്കോട്ടി പിതാവ് പറഞ്ഞ് അത് വെച്ച് അനേകം ഇടവകളിൽ ഈ ക്ലാസ്, കാരണം ഈ കോഴ്സ് കൂടാതെ കൊണ്ട് മാരേജ് നടക്കില്ല, കമ്പൽസറി ആകും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അഭിമന്യ പിതാവ് ചെയ്തു കൊടുത്തു, നമ്മുടെ വൈദികര ആത്മാർത്ഥയോടെ വിനിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തോടൊപ്പം കലയന്താനി എന്ന് പറയുന്നത് കുറേ അധികം കലാകാരന്മാരുടെ നാടുകൂടെയുള്ളത്. അപ്പം കലയുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സാറ് ചോദിച്ചത് വളരെ പ്രസക്തമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ എന്നെ കലാരംഗത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ആദ്യത്തെ വ്യക്തി എൻ്റെ മനസ്സിൽ വരുന്നത് യശശരീരനായ ആദരണീയനായ മഹാനായ ഫാദർ ജോർജ് മേമന. അദ്ദേഹമാണ് കലയന്താനി പള്ളി പണിയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുർബാനയ്ക്ക് കൂടുന്ന ഒരു പയ്യനാണ്. അപ്പോൾ എന്നിലെ കഴിവുകളെ ചെറുപ്പത്തിൽ കണ്ടെത്തിയ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മേമനയച്ഛന്. മേമനയച്ഛനൊരു നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒന്ന് ഈ ഓട്ടം തുള്ളൽ എഴുതിയുണ്ടാക്കും. അപ്പോൾ ഈ ഓട്ടം തുള്ളൽ എഴുതിയുണ്ടാക്കിയിട്ട് എന്നോട് പറയും, മതജ ഇത് നമുക്കൊന്ന് പഠിച്ച് കളിക്കണം. മരിച്ചുപോയ അഡറേഷൻ ഗവൺമെൻറ് സിസ്റ്റർ, ഞാൻ ഓർക്കുന്നു, അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട്, സിസ്റ്റർ അസീസി സിസ്റ്റർ, അതുകൊണ്ട് തന്നെ മാർഗരറ്റ് മേരി സിസ്റ്റർ, പൊസേന്തി സിസ്റ്റർ, ഇങ്ങനെയുള്ള അഡറേഷൻ ഗവൺമെൻറ് അവർ എനിക്ക് ഒരു കുഞ്ഞ് അനുജന് കിട്ടേണ്ടതായ എല്ലാ പ്രോത്സാഹനവും സ്നേഹവും തന്ന് എനിക്ക് വേണ്ട എൻ്റെ ഓട്ടം തുള്ളലിന് വേണ്ട കിരീടവും
പാവാടയും എല്ലാം അന്ന് ഉണ്ടാക്കി തരുന്ന ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. പിന്നെ എനിക്ക് ഇപ്പം സാറ് എന്നോട് ചോദിച്ചുകൊണ്ട് ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ച് കാട്ടിത്തന്നാൽ അത് ശരിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ദൈവകൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായിട്ട് ആ ഓട്ടം തുള്ളൽ, അങ്ങനെയാണ് ഞാൻ അവിടെ അറിയപ്പെടുന്നത് അഭിനവ കുഞ്ചൻ എന്നാണ് കലയന്താനിൽ. കുഞ്ചൻ നമ്പ്യാരാണ് പാട്ട് എഴുതിയത്, പക്ഷേ അത് എനിക്ക് പാട്ട് എഴുതി തരുന്നത് ഈ മേമനയച്ചനാണ്. എന്നിട്ട് അത് അനേകം സ്റ്റേജുകളിൽ ഞാനിങ്ങനെ തുള്ളുമായിരുന്നു. എനിക്ക് അതിന് ഒത്തിരി മധ്യവയസ്കരും പ്രായം ചെന്നതായിട്ടുള്ള അമ്മമാരുടെ ഒരു വലിയ ഒരു നിര, എനിക്ക് സ്നേഹം നൽകുന്ന ഒരു വലിയ നിരയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തുള്ളലുണ്ട് പള്ളിയിൽ നിന്നോ അല്ലെ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ ചുറ്റുള്ള ഇടവകയിലും ആ പള്ളിയിലും അന്നത്തെ കാലത്ത് ഇന്ന് ഒത്തിരി നമുക്കുണ്ട്, ആൾക്കാരുണ്ട്. ആ സ്കൂളിൻ്റെ ആ മുറ്റം ഓഡിറ്റോറിയം നിറഞ്ഞുള്ള ഒരു പ്രേക്ഷകരെ എനിക്കന്ന് കിട്ടുമായിരുന്നു. പിന്നെ 4 ലൈൻ ഓർക്കാവുന്ന ചെല്ലുവാണെങ്കിൽ കലയന്താനി കലയുടെ നാട് ഇങ്ങനെയാണ് ജനസ്വരമെല്ലാം, ആളുകളിവിടെ പലതരമുണ്ട് ലോഹ്യം കൊണ്ടൊരു സ്വല്പം പറയാം, തെക്ക് വടക്ക് നടപ്പവരുണ്ട് തുള്ളി കഴിച്ചു രസിപ്പവരുണ്ട്, പീടിക കയറി ഇരിപ്പവരുണ്ട് വാടക വീടി വലിപ്പവരുണ്ട്, പെണ്ണിൽ പ്രേമം മൂത്തോരുണ്ട് പ്രേമ നിരാശ പിടിച്ചോരുണ്ട്, കണ്ണേ കരളേ എന്ന് വിളിച്ച് പെണ്ണിനെഴുത്തു കൊടുത്തവരുണ്ട്. ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് സാറേ. ഞാൻ എല്ലാം എൻ്റെ മെമ്മറിയിൽ അങ്ങനെ നിൽക്കുകയല്ല, പക്ഷെ നല്ല രസമാണത് ഇങ്ങനെ ചേർത്ത് എഴുതി വിടുന്നത്. ആ കലയന്താനിയിൽ നിന്ന് ഒത്തിരി പേര് കലാരംഗത്തേക്ക് പോകുന്നില്ല, അതിനൊരു സാഹചര്യം ഉണ്ടായെന്നു പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട നല്ല ചോദ്യം അത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ മേമനയച്ചനെ തന്നെയാണ്, പ്രധാനമായിട്ട് മേമനയച്ചനാണ്. കാരണം അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിലൊരു 4-5 പരിപാടികളെങ്കിലും പള്ളിയിൽ അദ്ദേഹം യുവജനങ്ങൾക്ക് വേണ്ടി നടത്തും. അങ്ങനെ നാടകങ്ങളിലേക്ക് ഞാൻ അഭിനയിക്കാൻ വരേണ്ടി വന്നത് അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് മേടിച്ച ആളാണ് ഡി മൂക്കൻ. ഡി മൂക്കൻ എൻ്റെ ഗുരുവാണ്. എനിക്ക് ഒത്തിരിയേറെ ഞങ്ങളുടെ നാടകങ്ങളിൽ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. സാബു സാറിനെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, KG സേതുനാഥ് എന്ന സാഹിത്യകാരൻ്റെ വേനൽ എന്ന് പറഞ്ഞ ഒരു ഏകാംഗ നാടകം, 1 മണിക്കൂർ നാടകം. ആ നാടകം ഞാനും ഡി മൂക്കനും വേറെ 2 സുഹൃത്തുക്കളും കൂടെ ചേർന്ന് കേരളത്തിലെ വിവിധ നാടക മത്സര വേദികളിൽ അഭിനയിച്ച് 40 തവണയാണ്. ആ 40 തവണ 40 സംസ്ഥാനത്തെ വിവിധ നാടക കളരികളിൽ ആ നാടകം അഭിനയിപ്പിച്ചിട്ട് ഏറ്റവും അതിലൊരു 25-30 സ്ഥലത്തെങ്കിലും ആ നാടകത്തിന് A ഗ്രേഡ് ഫസ്റ്റ് മേടിച്ചേക്കുന്നത് വേനൽ എന്ന് പറയുന്ന നാടകമാണത്. ഞങ്ങൾക്കറിഞ്ഞു. ബെസ്റ്റ് ആക്ടർ മിക്കവാറും ഡി മൂക്കൻ തന്നെയായിരുന്നു. പിന്നെ അതുകൂടാതെ കണ്ട് പ്രഗത്ഭനായ ഒരാളാണ് നമ്മുടെ ജോസ് താന. അദ്ദേഹം സീരിയലിൽ അഭിനയിച്ച ഒരു നടനാണ്. സിനിമയിൽ ഏതാണ്ട് ചെറിയ വേഷങ്ങൾ ചെയ്തതാണ്. അദ്ദേഹവുമായി ചേർന്നും പല നാടകങ്ങളിൽ, ഇപ്പോൾ അടുത്ത നാളിൽ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി വന്നപ്പോൾ ശ്രീമാൻ ഡി മൂക്കനെ കൂടെ ഞാൻ നോക്കിയോ, പക്ഷേ അദ്ദേഹത്തിന് കണ്ണിനൊക്കെ ഇച്ചിരി കാഴ്ചക്കുറവും ബുദ്ധിമുട്ടും വാർദ്ധക്യത്തിൻ്റെ ഉള്ളതുകൊണ്ട്. പക്ഷേ ജോസ് താനെയാണ് ആ നാടകം ഡയറക്റ്റ് ചെയ്ത് അത് ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രേക്ഷകർ കേരളത്തിൽ കണ്ടതായിട്ട് അത് നമുക്ക് യൂട്യൂബിൽ 1 ലക്ഷത്തോളം പേര് ആ നാടകം കണ്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കലയന്താനിൽ യുഗശില്പി ക്ലബ്ബും ഇതുമായിട്ടൊരു ബന്ധമില്ലേ ഈ കലയായിട്ട്? ഉണ്ട്. യുഗശില്പി ഞങ്ങളൊക്കെ കൂടെ രൂപപ്പെടുത്തിയതാണ് യുവശില്പി ക്ലബ്ബ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ യുവജനങ്ങളെ സംഘടിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് പൊതുപ്രവർത്തനവുമായി ചേർന്ന് ബ്ലഡ് ഡൊണേഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അതോട് ചേർത്ത് ചെയ്യുന്നതിനും അർഹതപ്പെട്ടവർക്ക് അവരുടെ പൈസയൊന്നും മേടിക്കാതെ ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി ഈ രക്തം ചെന്ന് കൊടുക്കുന്നതിനും അങ്ങനെ ഒരു സേവാ ഗ്രൂപ്പിനെ തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന സഹായങ്ങൾ മാക്സിമം അതിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചതാണ് ഈ യുഗശില്പി ആർട്സ് ആൻഡ് ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുണ്ടായിരുന്നു. ആ കാര്യം പറയാൻ വിട്ടുപോയി. ആദരണീയനായ സ്കൈലാർക്ക് സാറ്
അദ്ദേഹം കൊണ്ടുവന്ന നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം പല നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പറുദീസ എന്ന് പറയുന്ന നാടകം ഞങ്ങൾ അനേകം പള്ളികളിൽ കളിച്ചിട്ടുള്ള, ഹൈറേഞ്ച് ഉൾപ്പെടെയുള്ള പള്ളികളിൽ ആ നാടകം ഞങ്ങൾ പോയി ഡീമൂക്കനും ഞങ്ങളെല്ലാം കൂടെ പോയി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഞങ്ങളുടെ നാടക ആചാര്യൻ എന്ന് പറയാവുന്ന വ്യക്തി, മരിച്ചുപോയ അദ്ദേഹം, സ്കൈലാർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. അദ്ദേഹം കലയന്താനി ഇടവകയിൽ ആ നാട്ടിൽ കലാകാരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ ഈ മേമനയച്ചനെ പോലെ തന്നെ നിർണായകമായൊരു സ്വാധീനം ഞങ്ങൾ ചെലുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എന്നെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹമാണ്, സാറിനോട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിശ്വദീപ്തി ലൈബ്രറി വർക്കി സാറാണ് നേതൃത്വത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് 15 വർഷമായിട്ട് ഏതാണ്ട് 10,000-ലേറെ പുസ്തകങ്ങൾ ഉണ്ടവിടെ, നല്ല ഈടുറ്റ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന പിള്ളേരുടെ എണ്ണം ഇന്ന് കുറവാണ്. ഇന്ന് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ശക്തമായവിടെ അതാണ്. പക്ഷേ ആ വിശ്വദീപ്തി ലൈബ്രറിയുടെ കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്. ഇപ്പോഴും ഞങ്ങളത് കുറച്ച് പേര് കൂടി അന്നത്തെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുതിയ രീതിയിലുള്ള ഇതിലേക്ക് നമ്മുടെ ഇഗ്നേഷ്യസ് കലയന്താനി ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട്. ഇഗ്നേഷ്യസ് കലയന്താനിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ബേബി ജോൺ കലയന്താനി. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. ഒപ്പം ഒത്തിരി ഏറെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ എഴുതി അതൊക്കെ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു വലിയ, പിന്നെ ടോമിൻ ജെ തച്ചങ്കരി കലയന്താനിയായിട്ട് ബന്ധമുണ്ടല്ലോ. ടോമിൻ ജെ തച്ചങ്കരി അദ്ദേഹം ഈ പറഞ്ഞ നമുക്ക് പേരെടുത്ത ഒരു കലാകാരനാണ്. എൻ്റെയൊക്കെ അനുഭവം പറഞ്ഞാൽ, എൻ്റെ സ്കൂളിലെ അനുഭവത്തിൽ തങ്കമ്മ ടീച്ചർ ഈ ടോമിൻ ജെ തച്ചങ്കരിയുടെ അമ്മയാണ്. അവർ കലയന്താനി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ്. അപ്പം ഞങ്ങൾക്ക് ഈ കലാകാരന്മാർക്ക് വലിയൊരു സ്ഥാനം ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളന്ന് ചെല്ലുമ്പോൾ ഈ ടോമിൻ സാറ് വളരെ കൊച്ചു പയ്യനാണ്. അപ്പം ഞങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ എളിയിൽ വെച്ചിട്ടുണ്ട് ഈ ടോമിൻ സാറിനെ. കഴിഞ്ഞ തവണ സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലിക്ക് വന്നപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുള്ളി എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു തമാശയായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. അപ്പം പുള്ളി അന്ന് ഈ മേമനയച്ഛൻ്റെ അന്ന് വളരെ കൊച്ചു പയ്യനാണ്. പക്ഷേ അച്ഛൻ അദ്ദേഹത്തെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, എനിക്ക് തോന്നുന്നത് 6-7 വയസ്സുള്ളപ്പോൾ തന്നെ പള്ളിയിലെ കൊയറിന് തബല കൊട്ടാനായിട്ട് ടോമിൻ സാറിനെ കയറ്റി. അതിൽ നിന്ന് പിന്നീട് പടിപടിയായിട്ട് വളർന്നു. പഠിക്കാനും എടുക്കാനായിരുന്നു. അങ്ങനെ പഠിച്ചു പെറുക്കി എനിക്ക് തോന്നുന്നത് കലയന്താനിയിൽ നിന്ന് ആദ്യം ഒരു IPS റാങ്ക് കിട്ടി രംഗത്തേക്ക് വരുന്ന ഒരു വ്യക്തി ടോമിൻ സാറ് തന്നെയാണ്. ടോമിൻ സാറിൽ ഇന്നും ഒരു കലാകാരന് ഉണ്ട്, ഉറങ്ങിക്കിടപ്പുണ്ട്. അത് കുറച്ചിപ്പോഴും നേരത്തോടത്തോളം സജീവം അല്ലാതെ അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ മരിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ കല കൂടാതെ കൃഷി രംഗത്തും മാത്യു സാറിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, അതേക്കുറിച്ചൊന്ന് പറയാം. കാർഷിക രംഗത്ത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ മാതാപിതാക്കൾ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു, നിലം തികഞ്ഞ കർഷകരായിരുന്നു, പണിക്കാരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഒത്തിരി പിള്ളേരുള്ളതുകൊണ്ട് അന്നത്തെ മക്കളെല്ലാം ഈ മാതാപിതാക്കളുടെ കൂടെ പണിയെടുത്തിട്ടാണ് പള്ളിക്കൂടത്തിൽ പോവുക. ഇന്നത്തെ പിള്ളേർ അങ്ങനെ ചെയ്യല. സാറ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇന്നത്തെ പല പിള്ളേർക്കും പുതിയ തലമുറയിൽ ആ കാരണവന്മാരുടെ സ്ഥലത്തിൻ്റെ അതിര് പോലും അറിയില്ല. അപ്പോൾ അത് വലിയൊരു കഴിവായിട്ട് കരുതുന്ന പിള്ളേർ പുതിയ തലമുറയിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ ഇതാണ്, കാർഷിക വൃത്തി കൊണ്ട് ആരും രക്ഷപ്പെടുകയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മോനെ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ വേണ്ടേ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്ന് ഒരിക്കലൊരു സാന്ദർഭികമായി കിട്ടിയ അവസരത്തിൽ ഞാൻ കുറച്ച് ചെറുപ്പക്കാരോട് പറയുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് ഇന്ന് കൃഷികാര്യങ്ങളിലേക്ക് ഇറങ്ങി നേടാനൊന്നും പറ്റുകയില്ല. ഇന്ന് പെട്ടെന്ന് നേട്ടങ്ങളുണ്ടാകണം, പക്ഷേ അത് ചിലപ്പോൾ കാർഷിക രംഗത്ത് പെട്ടെന്ന് ഉണ്ടാകുകയില്ല. പക്ഷേ നമ്മൾ ഈ രംഗം വിട്ടുകളഞ്ഞാൽ അതിൻ്റെ വലിയൊരു അനുഭവം നാളെ നമ്മുടെ പുതിയ തലമുറ അനുഭവിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാർഷിക രംഗത്തേക്ക് കാരണവന്മാരാണ് ഞങ്ങളെയൊക്കെ അന്ന് കൈപിടിച്ചുകൊണ്ട്. ഞാനും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഉള്ള പറമ്പിൽ പണിയെടുക്കുമായിരുന്നു. കഷ്ടപ്പെട്ട് കുറച്ച് പണികൾ നടത്തിയിട്ടേ ഞങ്ങൾ കൂടപ്പുറപ്പുമാരൊക്കെ ആണെങ്കിലും പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റുമായിരുന്നു. പെങ്ങന്മാർക്കൊക്കെ ആണെങ്കിലും ന്യായമായ പണിയുണ്ട്. എനിക്കും ചില്ലറ പണികൾ ചെയ്തിട്ട് പോകണം. സ്കൂളിൽ പലരും പന്ത് കളിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് പന്ത് കളിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്.
കാരണം പറമ്പിൽ ഇഷ്ടംപോലെ പണികളുണ്ട്. തെരുവ് കാട് മുറിച്ച് ആ തെരുവ് കൊണ്ടുവന്ന് വാറ്റിയൊക്കെയാണെന്ന് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ആ തെരുവ് അമ്മ മുറിച്ചിടുമ്പോൾ അത് പോയി ചുവന്ന് കിലോമീറ്റർ കൊണ്ടുവന്നെങ്കിൽ അത് വാറ്റുന്ന സ്ഥലത്ത് അങ്ങനെ പണിയെടുത്ത് പഠിച്ചു ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കാർഷിക വൃത്തിയുടെ മഹത്വവും അതിൽ നിന്നൂടെ കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യവും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലിയിലുള്ളപ്പോഴും ഞാൻ കുറച്ച് പണികൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോഴും കുറച്ച് അധികം വലിയ പറമ്പും കാര്യമൊന്നുമില്ല, എങ്കിലും 100-300 മരം ഉണ്ട്. അത് ടാപ്പിങ് നടത്താനുള്ള കഴിവെനിക്കില്ല. എങ്കിലും ഇന്ന് ഒരു 100 മരം ഞാൻ വെട്ടിക്കുകയുള്ളൂ, ടാപ്പിങ് നടത്തി വെപ്പിക്കുകയുള്ളൂ. ആ 100 മരത്തിൻ്റെ പാല് ഏത് സമയത്തും പോയി അത് എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എനിക്കത് ഒരു വലിയ അനുഭവം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദരണീയനായ ജോസ് തയ്യൽ സാർ, അദ്ദേഹം കണ്ണൂരുകാരനാണ്, അദ്ദേഹം കലയന്താനിയിൽ ഇരിക്കുന്ന സമയത്ത് വന്നേച്ച് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ കർഷകർക്ക് ഗുണം ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗ് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പേര് കിസാൻ സർവീസ് സൊസൈറ്റി. അതിനകത്ത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും ഗുണമുണ്ട്, ഒപ്പം കുറച്ച് കർഷകരെങ്കിലും കൈപിടിച്ച് ഉയർത്താൻ നിങ്ങൾക്ക് പറ്റും. അതിന് മുന്നിട്ടിറങ്ങാവോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കൂടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ സാറെ കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പെറുക്കി വന്നു. അപ്പോൾ എനിക്ക് താല്പര്യം എന്ന് തോന്നിയ കുറച്ച് കാർഷിക വൃത്തിയിൽ അഭിരുചിയുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു പഞ്ചായത്തിൽ ഒരു യൂണിറ്റ് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫണ്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ തന്നെ പ്രവർത്തന മേഖല കണ്ടെത്തണം, നമ്മൾ തന്നെ അതിനകത്ത് ഒരു ഓഫീസ്, അതിൻ്റെ രജിസ്ട്രേഷൻ, തമാശയായിട്ടുള്ള കാര്യങ്ങളല്ല, കേന്ദ്ര ഗവൺമെൻറ് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണം. ആ രീതിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള. അപ്പോൾ തൈസാറിന് നല്ല ക്ലാസ്സാണ് ജോസ് തയ്യ സാറ് പറഞ്ഞതാണ്, നിങ്ങൾ ബുദ്ധിമുട്ടിയാൽ നിങ്ങൾക്കും കുറേ നന്മയുണ്ടാവും, ഒപ്പം മറ്റുള്ളവർക്കൂടെ കുറച്ച് നന്മ ചെയ്തു കൊടുക്കാനും പറ്റും. സാറേ ഇപ്പോൾ ഇത് 3ാം വർഷമാണ്. അവിടെ വെള്ളിയാമുറ്റം യൂണിറ്റിൻ്റെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രഥമ പ്രസിഡൻറ്റ് ഞാനാണ്. ഒത്തിരി കാര്യങ്ങളുടെ പ്രഥമ പ്രസിഡൻ്റ് ഞാൻ പറഞ്ഞില്ലേ. അവിടെ ഈ ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ് നമ്മുടെ രൂപതയിലുള്ള കൃഷിക്കാരെയും പാവങ്ങളെ സഹായിക്കുന്നു. ആ ക്രെഡിറ്റ് യൂണിയൻ കലയന്താനിയിലെ ഇടവകയിലെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഞാനാണ്. ക്രെഡിറ്റ് യൂണിയൻ അവിടെ തന്നെ AKCCയുടെ കലയന്താനി യൂണിറ്റ് ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ കാരണം നമ്മളിങ്ങനെ സജീവമായി നിൽക്കുന്നതുകൊണ്ട് പലരും നമ്മളോട് ഇങ്ങനെ നിർബന്ധിക്കും. അങ്ങനെ ആ നിർബന്ധത്തിന് നമ്മൾ വഴിപ്പെടും. അങ്ങനെ ഇപ്പോഴും അതിൻ്റെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ഇതുമായിട്ട് ചേർന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാറിനോട് അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങളിന്ന് ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു 10, 11, 15 ഇപ്പോൾ അത് കൂടി ഏതാണ്ട് 100ഓളം ആയിട്ടുണ്ട്. ഏതാണ്ട് ഈ 2 വർഷവും കൊണ്ട് 2 ലക്ഷം രൂപ ഈ കിസാൻ സർവീസ് സൊസൈറ്റി വെള്ളിയാമറ്റം യൂണിറ്റിന് മിച്ചം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കഠിനമായ പ്രവർത്തനവും ഞങ്ങൾ തന്നെ ചിന്തിച്ച് രൂപപ്പെടുത്തുന്ന ചില കർമ്മപരിപാടികളുമാണ് അതിൻ്റെ കാരണം. ഇനി കുടുംബകാര്യങ്ങളോടൊന്ന് പറയാം. ഭാര്യ, മക്കൾ. മക്കള് ഭാര്യ ഞാൻ പറഞ്ഞല്ലോ പാറത്തോട്, ഇടുക്കി രൂപതയിലെ പാറത്തോട് ഇടവക്കാരിയാണ്. പേര് ആലീസ്. എനിക്ക് 3 മക്കളാണ്, 3 ആമക്കളാണ്. മൂത്തവൻ MBA ആണ്. അവന് ഈ ലൂണാറിൻ്റെ ഒരു ഓഫീസുണ്ട്, ഗ്രീൻബർഗ് എന്ന് പറയും, സാറ് പോയിട്ട് കുളമാവ്. അതിൻ്റെ ഓഫീസ് മാതായിലാണ്. അതിൻ്റെ MBA-കാരൻ മാർക്കറ്റിംഗ് മാനേജരായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവൻ്റെ ഭാര്യ BSc നേഴ്സാണ്. അവൾ ഇവിടെ ദുബായിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തവൻ BSc ഹോട്ടൽ മാനേജ്മെൻറ്റുകാരനാണ്. അവന് 10 വർഷം അതിൻ്റെ ജോലികളുമായിട്ട് മാൽദീവ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ലാംഗ്വേജൊക്കെ ആക്കി, ഇംഗ്ലീഷൊക്കെ വളരെ ഫ്ലുവൻ്റായി. അതുകൊണ്ട് തന്നെ ഹിന്ദിയും തമിഴും അറബിയും ഒക്കെ കുറേ ഇങ്ങനെ പറയാൻ പറ്റി. അങ്ങനെ അവൻ അതിനകത്ത് വളരെ സ്കിൽഫുള്ളായി. അങ്ങനെ ഓരോ പടിപടിയായി അവൻ കയറി സൂഷപ്പ് വരെ എത്തിയപ്പോഴാണ്
അവിടെ നിന്ന് അവൻ ഇവിടെ വരിക. എറണാകുളത്തൊക്കെ 5 സ്റ്റാറിൽ കുറേ ജോലി ചെയ്തു. അങ്ങനെ കിട്ടിയിരുന്നപ്പോൾ സാലറി ഉദ്ദേശിക്കുന്നിടത്തോളം വരാതെ വന്നപ്പോൾ അവന് ഒരു 1.25 വർഷം മുമ്പേ UK ഒരു അപേക്ഷ വെച്ചു. അങ്ങനെ അവൻ UK ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വൈഫ് കല്യാണം കഴിക്കുമ്പം അവൾ സൗദിയിൽ നേഴ്സായിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ വന്ന് മക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടായി വന്നപ്പോഴത്തേക്കും ഈ ഇവിടെ ജോലിക്ക് വിടാൻ പറ്റാതെ വന്നു. അപ്പോൾ അവളിങ്ങനെ വീട്ടിൽ പിള്ളേരെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അന്നേരം അവളെ കൂടി ഇപ്പോൾ 1 വർഷം മുമ്പ് ഈ സെപ്റ്റംബർ 26-ന് 1 കൊല്ലമായുള്ളൂ. ഈ 3 മക്കളും ഈ പറഞ്ഞ ഭാര്യയും കൂടെ ഇപ്പോൾ അവിടെ UK കുടുംബസഹിതം. ഇളയവൻ MTech-കാരനാണ്. അവന് കുറച്ച് പഠിപ്പിക്കണം എന്നുള്ള എന്നെപ്പോലെ ഒരു മോഹമാണ്. പഠിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പല വാതിലുകൾ മുട്ടി. ഞാനും എനിക്ക് പറ്റുന്ന ആ അധികാരികളോടൊക്കെ ചോദിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പല ആരെയും കണ്ടെങ്കിലും ഞാൻ മൂവാറ്റുപുഴ വിശ്വജ്യോതിയിൽ വരെ പോയി കാലു പിടിച്ചാണ്. എല്ലാവരും ഇവൻ്റെ പ്രൊഫൈൽ കണ്ട് ഇവൻ്റെ മാർക്കും മറ്റു കാര്യമൊക്കെ കണ്ട് ഭയങ്കര തൃപ്തി പറയും. അവസാനം ഒരു വൈദ്യൻ എന്നോട് പറഞ്ഞു, ഡോക്ടറേറ്റും കൂടെ എടുത്താൽ തരാമെന്ന് പറഞ്ഞു. നല്ല മാർക്കുണ്ട്, PhD കൂടെ എടുക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവൻ്റെ ഒരു 5 വർഷം പോയി അങ്ങനെ. കാരണം അവൻ ഗസ്റ്റ് ലെക്ചറായിട്ട് മുട്ടം പോളിടെക്നിക്ക് 2 കൊല്ലം പഠിപ്പിച്ചു. മറ്റക്കര ഏറ്റുമാനൂർ 1 കൊല്ലം പഠിപ്പിച്ചു. ഇവിടെ നെടുങ്കണ്ടത്ത് വരെ അവൻ പോയി പഠിപ്പിച്ചു. ഒന്നും കിട്ടിയില്ല. ഗസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമല്ലോ. പക്ഷെ പഠിപ്പിക്കാനുള്ള ഒരു വലിയ ദാഹമായിരുന്നു അവന്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക് തോന്നിയത്. അങ്ങനെ കിട്ടിയില്ല. അവസാനം അവൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിലും ടെസ്റ്റിൽ തിരുവനന്തപുരത്ത് ഇവിടെ പോയി ടെക്നോ പാർക്ക്. അപ്പോൾ ടെക്നോ പാർക്കിൽ അത് 500 പേരുടെ പരീക്ഷ എഴുതിയിട്ട് 6 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഇവനാണ്. ഇവന് ഭയങ്കര മാർക്കുള്ളതായിരുന്നു. SSLCക്കൊക്കെ കണക്കിന് 50-ൽ 50 മാർക്കുണ്ട്. അതായത് 100-ൽ 100-മാണ്. ഹിന്ദിക്ക് 100-ൽ 100-മാണ്. അപ്പോൾ കണക്കും ഹിന്ദിയൊക്കെ വളരെ സിമ്പിളാണ്. ഈ ഇടുക്കി ജില്ലയിലെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ഒരു ജില്ലയിൽ ഒരാൾക്കേ കിട്ടുള്ളൂ. SSLCക്ക് ഏറ്റവും ടോപ്പ്. ഇടുക്കി ജില്ലയിൽ അതിൻ്റെ ടോപ്പ് മാർക്ക് കിട്ടിയ എൻ്റെ ഈ പറഞ്ഞ ഇളയമോനാണ്. പക്ഷേ അത് ഇപ്പോൾ അവൻ്റെ ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അവന് ടെക്നോ പാർക്കിൽ നിന്ന് കോവിഡ് വന്നപ്പോൾ അവരുടെ തന്നെ കമ്പനി ഇൻഫോ പാർക്കിലേക്ക് കൊടുത്തു. ഇപ്പോൾ അവൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഭാര്യ പോസ്റ്റൽ അസിസ്റ്റൻ്റാണ്, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരിയാണ്. അവൾ ഇപ്പോൾ തൊഴിൽ പോസ്റ്റ് ഓഫീസിലുണ്ട്. മൂത്തവന് 2 പിള്ളേർ, ഒരു പെൺകൊച്ചും ഒരു ആൺകൊച്ചും. രണ്ടാമത്തവന് എന്നെപ്പോലെ തന്നെ 3 ആൺപിള്ളേർ. ഇളയവന് 2 പെൺപിള്ളേർ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ കുറച്ച് സാറിനോടേക്ക് പറയാനുള്ള, ഞാൻ ഈ കൂടെ തന്നെ ഈ പൊതുപ്രവർത്തനവും ഈ സഭാകാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും കാർഷിക കാര്യങ്ങൾക്കൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഒരു 1/2 നൂറ്റാണ്ടായി രാഷ്ട്രീയ രംഗത്ത് ഞാനിങ്ങനെ കുറച്ച് സജീവമാണെന്ന് വെച്ചാൽ നേരത്തെത്തോളത്തോളം ആക്റ്റീവല്ല. ഏത് പാർട്ടിയിലാണ്? ഞാൻ പണ്ടു തുടങ്ങി കേരള കോൺഗ്രസ്സാണ്. KN ജോർജ് സാറുള്ളപ്പോൾ KSC ജോർജ് സാറിൻ്റെ ആ കാലഘട്ടം തുടങ്ങി ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. യുവാവായിരുന്ന ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 50 വയസ്സ് വരെ കേരള കോൺഗ്രസിൻ്റെ പല രംഗത്തേക്കും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിലായിരുന്നു സാറേ എനിക്ക് കൂടുതലിഷ്ടം. ഈ ആത്മീയ കാര്യങ്ങളും ഫാമിലി അപ്പോസ്റ്റേറ്റ്, മിഷൻ ലീഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യുവജന പ്രസ്ഥാനം അങ്ങനെയൊക്കെ വന്നപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് വളരാൻ പറ്റുന്ന പല വേദികളും ഞാൻ ഈ വൈദികരുടെ കൂടി കാലാകാലങ്ങളിലുള്ള ഡയറക്ടർമാരെ വൈദികരുടെ കൂടി സമ്മർദ്ദത്തിൽ, സ്നേഹസമ്മർദ്ദമാണ്, അതിൽപ്പെട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് എന്നോട് ഒരിക്കലും ഞാൻ ഒരു പഞ്ചായത്ത് ഞാൻ സാറിനോട് പറയുന്നില്ല. അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ യുവജന പ്രസ്ഥാനത്തിൽ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ അന്ന് ഈ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞേ, കോട്ടൂർ സാറേ, ഞാൻ യുവജന പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമ്പം എന്നെ ഒത്തിരി ആവേശം കൊള്ളിച്ചിട്ടുള്ളത് കോട്ടൂർ സാറിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ കൂടെ ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ഒന്നും ഭൗതികമായി നേടാൻ പറ്റിയല്ല. അതാണ് എനിക്ക് സാറിനോട് എനിക്ക് പറയേണ്ടി വന്നത്. പക്ഷേ സാറിനറിയാവോ, സാറിൻ്റെ പകുതി അന്ന് പ്രസംഗിക്കാനൊന്നും കഴിവില്ലായിരുന്നു. ഞാനിന്ന് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്.
അതുകൊണ്ടാണ് ഞാൻ സാറിന് ഇവിടെ ഇവർക്ക് ഒരല്പം വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക് ക്ലാസ് കൊടുക്കാനാണ്, കുടുംബജീവിതത്തെ അതിനാണ് എന്നെ അദ്ദേഹം വിളിച്ചത്, ആ പഴയ സ്നേഹം വെച്ച്. ഞാനിന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇനിയും ഈ രംഗത്ത് കുറച്ചുകൂടെ എനിക്ക് വളരാൻ പറ്റും. ശരിയാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ വളർന്നു പോയിട്ടുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ 10-30 കൊല്ലം ആയല്ലോ, അന്ന് 30 കൊല്ലം അദ്ദേഹം പറയുമ്പോൾ ഈ രംഗത്ത് ഇങ്ങനെ സജീവമായ സഭയിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഭൗതികമായ ഒരു സ്ഥാനമാനവും എനിക്ക് കിട്ടിയില്ല. അത് വേണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്രവർത്തിച്ചു. പക്ഷേ എനിക്ക് തമ്പുരാൻ്റെ മുമ്പിൽ വലിയൊരു ആത്മസാക്ഷാത്കാരം ഞാനത് ആഗ്രഹിച്ചുള്ളൂ. എങ്കിലും എനിക്ക് താല്പര്യം കേരള കോൺഗ്രസ് ഇപ്പോൾ ഞാൻ ഒരു അരനൂറ്റാണ്ടായിട്ട് ജോസഫ് സാറിൻ്റെ പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്. കിട്ടുന്ന മാക്സിമം സമയം ഈ രീതിയിലുള്ള തിരക്കുകൾ മാറ്റി കഴിഞ്ഞിട്ട് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് കേരള പൊളിറ്റീഷ്യൻസ് അവരെ എടുത്താൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി മാത്രം പൊതുപ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഒന്നാമത്തെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സംശയമില്ല പറയാൻ പറ്റും, പി ജോസഫ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം നല്ലൊരു ക്രൈസ്തവനാണ്. പിന്നെ അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഒത്തിരിയേറെ നന്മകൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ വായിച്ച അഭിമാനം കൊണ്ടുള്ള മുട്ടത്തെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളായ ജയിൽ പുള്ളികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ പശുവിനെയും പാലിനും കൊടുത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വം. എവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനം, അത് ഒരു വലിയ ദൈവിക വീക്ഷണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞ ശരീരമാണേലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്കൊരു മോഡൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ ആക്കാനാണ്, അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിയുന്ന വലിയ ഒത്തിരി സഹായം ചെയ്യാം. എങ്കിലും പരമാവധി പേരെ സാറ് ഓർത്ത് മാക്സിമം സഹായിക്കാനായിട്ട് ഞാനും മെനക്കെട്ടിട്ടുണ്ട്. ഉള്ളതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്നില്ല. ഈ നമ്മുടെ ഇനി നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എങ്കിലും നമ്മുടെ ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചില തമാശകളൊക്കെ പറയില്ലേ, അതിലേതെങ്കിലും ഒരു തമാശ കഥ പറഞ്ഞ് നമുക്ക് ഈ അഭിമുഖം നിർത്തിയാലോ? നമ്മൾ സാറ് പറയുന്ന ആളുകളെ ചിരിപ്പിക്കാൻ പറയുന്നൊരു ഇതുണ്ടല്ലോ. അതെ, അത് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ട് നമുക്ക് മനസ്സിൽ നമ്മുടെ ആഗ്രഹം തീവ്രമാണോ ആ കാര്യം ഏത് പ്രതിസന്ധിയിലും നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ആ പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു തമാശയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. പറഞ്ഞ മാങ്കുളത്ത് ഇങ്ങനെ അപ്പോൾ ഉണ്ടായ എത്രയായിട്ട് സത്യമാണെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു കാരണവർ അവിടുത്തെ പറഞ്ഞത് അവിടെ കണ്ട കാട്ടിൽ ഉള്ളതായിട്ടുള്ള എകരങ്ങൾ, മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോയതാണ് വനത്തിൽ. ആ വനത്തിൽ മരങ്ങളിങ്ങനെ നിബിഡമായി നിൽക്കുന്ന അതിലൂടെ ഇങ്ങനെ പോയി അവിടെ മറ്റുള്ള തേനോ മറ്റു കാര്യങ്ങളോ ഏതാണ്ടൊക്കെ ശേഖരിച്ച് വരുമ്പോൾ കുറച്ചാവും. അപ്പോൾ പോകുന്ന വഴിക്കൂടെ കുറച്ച് അരിയും മറ്റു സാമാനങ്ങളും ഒക്കെ അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്ന് പെറുക്കി വന്നപ്പോഴത്തെ ഒരു മരം ഉരുട്ടിവിട്ട ഒരു കഷണം, മരത്തടി, അതിൻ്റെ കഷണം വന്ന് ഈ കൂടെ പണിക്ക് പോയ ഒരു പണിക്കാരൻ്റെ കാലേൽ അടിച്ചു. അപ്പോൾ അടിച്ചു കഴിയുമ്പോഴത്തേ ആ മനുഷ്യനെ വന്ന് പിടിച്ചു. എൻ്റെ കാലൊടിഞ്ഞേന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കാല് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്, കുറച്ച് നീരും ഏതാണ്ട് പൊട്ടലുണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് കൂട്ടുകാർക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് അരി മറ്റൊരു സഞ്ചിക്കകത്തേക്ക് മാറ്റിയിട്ട് ആ ചാക്ക് വേഗം തുന്നലഴിച്ച് അതിനകത്ത് പുള്ളിയെ കെട്ടി. കാരണം പുള്ളിക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ 4 പേര് കൂടി മരുതിൻ്റെ 2 കമ്പ് വെട്ടി ഇങ്ങനെ പിടിച്ച് ഈ മഞ്ചൽ, സാറിന് അറിയായിരിക്കും, മഞ്ചൽ കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഇറക്കി അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് നിബിഡമായ വനമാണ്, കാട്ടുമൃഗങ്ങളുണ്ട്. അങ്ങനെ ഇറക്കി കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഒറ്റയാൻ്റെ ഒരു അമറൽ കേൾക്കുവാണ്. വലിയ അമറൽ കേട്ട പാടെ
ഈ സുഹൃത്തുക്കളെല്ലാം കൂടെ ഈ മഞ്ചലി കൊണ്ടുവന്ന ആ ചാക്ക് ആ മനുഷ്യനെ ചാക്കോടുകൂടി നിലത്തേക്ക് വെച്ചിട്ട് ഇവർ 4 വശത്തേക്ക് ജീവൻ കളഞ്ഞു ഓടി. അങ്ങനെ ഓടി ഒരുത്തൻ പോയി ഒരു വലിയ മരത്തേലേക്ക് കയറിയേക്കുന്ന വലിയ വടം പോലെയുള്ള വഴിയിൽ പിടിച്ച് കയറുവാണ്. പിടിച്ച് ഇവൻ പാടുപെട്ട് മുകളിൽ ചെല്ലുമ്പം കാണുന്നത് ഈ കാലൊടിഞ്ഞ് 4 പേര് എടുത്തുകൊണ്ട് വന്ന ആ മനുഷ്യൻ, ആ കാലൊടിഞ്ഞവൻ ഈ മരത്തിൻ്റെ മണ്ടയിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാനത് കേട്ട് അന്ന് ഒത്തിരി ചിരിച്ചു. അപ്പോൾ എനിക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാഠം, നമുക്ക് ഏത് പ്രതിസന്ധി ദൈവം വെച്ചാലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങളാണ് സൃഷ്ടിയുടെ മാതാവെന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ രംഗത്ത് നമുക്കൊരാഗ്രഹം തോന്നിയാൽ, തീവ്രമായ ഒരാഗ്രഹം തോന്നിയാൽ അത് നിറവേറ്റാൻ മനുഷ്യന് സാധിക്കും. അതിനുള്ള ഇച്ഛാശക്തി നമുക്ക് ഓരോ മനുഷ്യനും തമ്പുരാൻ നൽകിയിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും എടുത്ത് ഒളിച്ചു വയ്ക്കുന്നതുകൊണ്ട്, അത് മൂടി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സമയം ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ്. ദൈവം പിന്നെ അത് തരണമെന്നില്ല. മരണവും ഒരിക്കൽ മാത്രമുള്ളതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടമായി എന്തെങ്കിലും ഒരു നന്മ ഈ മനുഷ്യ സമൂഹത്തിന് ചെയ്യാൻ കഴിഞ്ഞാൽ തമ്പുരാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം അവരുടെ മനസ്സിൽ വരുന്ന ആ സന്തോഷവും സ്നേഹവും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രചോദനം ഇങ്ങനെ ചില മഹൽ വ്യക്തികൾ നൽകിയതായിട്ടുള്ള അവരുടെ ചില ദർശനങ്ങളാണ്, അവരുടെ ജീവിത ശൈലിയാണ്. എനിക്ക് പറയാൻ പറ്റും, ഒത്തിരി ആദരണീയരായ നല്ല വൈദികർ. നമ്മുടെ ഹൈറേഞ്ചിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് 50 വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ച് കയറി ഇറങ്ങി ആ വഴികൾ മുഴുവൻ വേർത്ത് നടന്നുപോയി പ്രേക്ഷ്യപ്രവർത്തനം നടത്തിയിട്ടുള്ള എനിക്ക് വർഷങ്ങളാണ്, 1-2 അല്ല സാറേ. അവിടെയൊക്കെ ഇപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞാൽ സാറ് എന്നാൽ വളരെ വളരെ വികസിച്ചിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന ഹൈറേഞ്ച് അല്ല ഇപ്പോഴത്തെ ഹൈറേഞ്ച്. അപ്പോൾ അത് ആ പരുവത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ തന്നെ, ഞാൻ പറയും, പ്രത്യേകിച്ച് നമ്മളുടെ ആ വൈദികരെ ആത്മാർത്ഥതയുള്ള അവരുടെ ആ സ്നേഹവും ആ ഡിവോഷനും അവരുടെ ആ വിശ്വാസ ചൈതന്യമൊക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് ഒരു പ്രചോദനമായി മാറിയത്. സഭയുമായും അതുപോലെ തന്നെ നാടുമായും ഏറെ അടുത്തിടപഴകുകയും രസകരമായ പ്രഭാഷണങ്ങളിലൂടെ 4 പതിറ്റാണ്ട് യുവജനങ്ങളെ നല്ല രീതിയിൽ നയിക്കുന്നതിനും പ്രവർത്തിച്ച ശ്രീ മാത്യു കോട്ടൂർ സാറാണ് നമ്മളോട് ഇത്ര നേരം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ജീവിതകഥ എല്ലാം വിവരിച്ചത്. BBC-യുമായി ഇത്രയും നേരം ഈ അനുഭവങ്ങൾ പങ്കുവച്ച മാത്യു സാറിന് നന്ദി. ഓക്കെ, താങ്ക് യു.